നമ്മുടെ കുട്ടികളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്ട്രീറ്റ് സ്റ്റൈൽ നൂഡിൽസ് നമുക്ക് വീട്ടിൽ തന്നെ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുത്താലോ. അപ്പോൾ ഞാനിന്ന് ഈ ഒരു നൂഡിൽസ് ഉണ്ടാക്കുന്നത് യിപ്പി നൂഡിൽസ് വെച്ചിട്ടാണ് കേട്ടോ. ഈ ഒരു പാക്കറ്റ് യിപ്പി നൂഡിൽസിൻ്റെ ഉള്ളിൽ 4 ബ്ലോക്ക് യിപ്പി നൂഡിൽസാണ് ഉള്ളത്. അതുപോലെ തന്നെ 4 പാക്കറ്റ് നൂഡിൽസ് മസാല പൗഡറുണ്ട്. ഞാൻ 2 ബ്ലോക്ക് യിപ്പി നൂഡിൽസ് തിളക്കുന്ന വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. ഇത് വളരെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. വെന്തതിന് ശേഷം നമുക്കിതൊരു സ്ട്രെയിനറിലോട്ട് മാറ്റിയിട്ട് അതിൻ്റെ വെള്ളം മുഴുവൻ കളഞ്ഞിട്ടെടുക്കാം. വെള്ളം കളഞ്ഞതിന് ശേഷം ഞാൻ യിപ്പി നൂഡിൽസ് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സോയാ സോസും 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ചില്ലി സോസ് ഇല്ലെങ്കിൽ പകരം ടൊമാറ്റോ കെച്ചപ്പ് യൂസ് ചെയ്യാം. മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. മറ്റൊരു ബൗളിലോട്ട് ഒരു സവാള നേരിയതായിട്ട് അരിഞ്ഞത് ചേർക്കാം. കുറച്ച് സ്പ്രിംഗ് ഓണിയനും ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ യിപ്പി മസാല പൗഡർ ഉണ്ടല്ലോ, അത് 2 പാക്കറ്റ് ചേർത്ത് കൊടുക്കുക. എന്നിട്ടെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വെളുത്ത എള്ളും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ചെറിയൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 4 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചേർക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്തിട്ട് അതിൻ്റെ കളറ് ചെറുതായിട്ട് മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇത് നല്ല ചൂടോടുകൂടി പെട്ടെന്ന് തന്നെ നമ്മുടെ സവാളയൊക്കെ ചേർത്ത മിക്സിലോട്ട് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോഴേക്കും തന്നെ സവാളയൊക്കെ നല്ലതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് മാറും. ഇനി ഇത് നമ്മുടെ നൂഡിൽസിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ എളുപ്പത്തിൽ സ്ട്രീറ്റ് സ്റ്റൈലിൽ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള നല്ല അടിപൊളിയായിട്ടുള്ള നൂഡിൽസ് യിപ്പി നൂഡിൽസ് വെച്ചിട്ട് വളരെ ചെറിയ സമയം കൊണ്ട് എളുപ്പത്തിൽ റെഡിയാക്കിയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക്